പക്ഷേ അവസാനം ഒരു കാര്യം മനസ്സിലായി, മനോരമയ്ക്ക് തന്നെ മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നു. അതെന്താ, 800-ലധികം കോടി രൂപ കൊടുത്തു കേരളത്തിൽ തന്നു, ഇനിയും 700-ലധികം കോടി രൂപ കേന്ദ്രം തരാൻ ബാക്കിയുണ്ട് എന്ന് ഒറ്റ കാര്യത്തിൽ നെല്ല് സംഭരണത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് അവർക്ക് പറയേണ്ടി വന്നു. ഞങ്ങളാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് 140 അസംബ്ലി നിയോജക മണ്ഡലത്തിലും കേരളത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള സദസ്സ് സംഘടിപ്പിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം കൂടി പങ്കെടുത്ത്, MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്ത് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, പഞ്ചാബിലെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അതിനെ തുടർന്നാണ് കേസ്. ആ കേസ് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് കേസുണ്ട്. കേരളം മാത്രമല്ല, ഇപ്പോൾ കർണാടകവും പോയി കേസുമായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാടും പോവുകയാണ് കേസുമായിട്ട്. അപ്പോൾ BJP ഏതര ഗവൺമെൻറ്റുകളെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഭരണഘടനാ ബെഞ്ച് ഈ കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇതിന് കേസുണ്ട് എന്നതാണ്. ആ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചത്, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന പ്രശ്നം ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്നുവെങ്കിൽ മാർച്ച് 31 മുമ്പേ കിട്ടണമായിരുന്നു. ഇനിയിപ്പോൾ സമയമുണ്ട്, കുഴപ്പമില്ല. CPM-ന് അവിടെ രഹസ്യ അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ടില്ല, രഹസ്യ അക്കൗണ്ട് ഉണ്ട്, പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കെജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന ED-ക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അതുകൊണ്ട് ഭയപ്പെടുത്തൊന്നും വേണ്ട. അതെല്ലാം ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട്? 100 അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, കൊടുക്കട്ടെ എന്ന്. അത് ഭയം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഞങ്ങൾക്കതിൽ ഭയത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കള്ള ഗുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ED അല്ലേ? ഗുണ്ടകൾ എങ്ങനെയാണോ ഗുണ്ടാ പിരിവ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക, ആദ്യം പോയി ഭീഷണിപ്പെടുത്തും, എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം. ഇതിപ്പോൾ ഗുണ്ടാ പിരിവിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ കേസിൻ്റെ ഭാഗം വരുമ്പോൾ തന്നെ ഫണ്ട് വാങ്ങിയില്ലേ, ഇലക്ഷൻ ഫണ്ട് വാങ്ങിയില്ലേ? എത്ര കോടിയാണ് വാങ്ങിയത്? 9,000-ഓളം കോടി രൂപയല്ലേ ഇവർ വാങ്ങിയത്. ആ വാങ്ങിയ പണമെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വരട്ടെ. ഞങ്ങളിപ്പോൾ രഹസ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്ന്, ഞങ്ങൾക്ക് രഹസ്യമായ ഒരു ഫണ്ടുമില്ല, എല്ലാം പരസ്യമാണ്, എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ്. അതിലൊന്നും ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിലും വേറെ ആളെ അശോക് ചൗഹാനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ആർക്ക് എത്തുകൊടുക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അസാധാരണ സാഹചര്യം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അസാധാരണ സാഹചര്യമല്ലേ? പക്ഷേ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. ലെവി പോലും കൈകാര്യം ചെയ്യുന്നതിന് രഹസ്യമായ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ ED പറയുന്നത്. രഹസ്യമായിട്ട് ഒരു അക്കൗണ്ട് ഇല്ല, കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. കരുവന്നൂർ, തൃശ്ശൂരിലെ പല ബാങ്കുകളിലായി ഇതുപോലെ CPM-ന് രഹസ്യം. അത് കണ്ടുപിടിക്കട്ടെ. ഇടിക്കുന്ന പണി പിന്നെ കടിക്കട്ടെ, പിടിക്കട്ടെ. ഗുണ്ടാ പണി എടുത്താൽ മാത്രം പോരല്ലോ, അവരിതെല്ലാം കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾക്കതിൽ ഭയമില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെ വരട്ടാനും നോക്കണ്ട. ഇതിനൊന്നും പിന്നെ മുട്ടും മടക്കുകയും ചെയ്യില്ല. ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് മുമ്പോട്ടേക്ക് പോകും. ആയിക്കോട്ടെ എന്ന്. അത് ഉണ്ടായത് പറഞ്ഞാൽ പോരല്ലോ, പിടിക്കണ്ടേ? എന്താ പിടിക്കാതെ? കുറെ കൊല്ലായ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊരു ചുറ്റും ഇന്നത് ചോദിക്കാൻ കാരണം വേണമെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്തോട്ടെ. ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഏത് നടപടിയിലേക്കും പോകാൻ ഒരു ഉളുപ്പില്ലാതെ ഗവൺമെന്റ് അധികം സമയമില്ല. ഇവന്റെ എല്ലാം കാലം വേഗം അവസാനിക്കാൻ പോവാ. 26-ാം തീയതി കഴിഞ്ഞ് അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോഴേ ചിത്രം വരുമല്ലോ.